നെല്ലറിയായ പാലക്കാടൻ മണ്ണിൽ ഭൂമിപൂജയും ചാലിടലും നടത്തി 100 മേനി വിളവ് നേടാനാണ് വിഷുദിനത്തിൽ പരമ്പരാഗത കൃഷി ആചാരമായ ചാലിടൽ ചടങ്ങ് നടത്തിയത്. കണിക്ക് ശേഷം കൃഷിപ്പണിയുടെ പ്രാരംഭത്തിന് വിഘ്നങ്ങൾ വരാതിരിക്കാനായി ഗണപതിയട തയ്യാറാക്കി വിതരണം ചെയ്യുന്ന ചടങ്ങുമുണ്ടായി. കർഷകനും കർഷകത്തൊഴിലാളികളും ഒത്തുചേർന്നാണ് ചാലിടൽ ചടങ്ങ് നടത്തിയത്. ഇതുവരെ ലഭിച്ച വിളവിന് നന്ദി പറഞ്ഞും ഇനിയുള്ള കൃഷി യാതൊരു തടസ്സവും കൂടാതെ 100 മേനി ലഭിക്കണമെന്നും പ്രാർത്ഥിച്ചാണ് കർഷകനും തൊഴിലാളികളും ചേർന്ന പാലക്കാടൻ കൃഷി ആചാരമായ ചാലിടൽ ചടങ്ങ് നടത്തുന്നത്. ഇന്നും വിഷുദിനത്തിൽ പരമ്പരാഗത കൃഷിയാചാരം മുറതെറ്റാതെ പാലക്കാടൻ പാടങ്ങളിൽ കാണാൻ കഴിയും. കാലത്ത് പാടം ഉഴുതുമറിച്ച് കിഴക്ക് വലത്തെ മൂലയിൽ മണ്ണുകൂട്ടി അതിൽ കാഞ്ഞിരത്തിന്റെ ഇലയിൽ 21 കുമ്പിളുണ്ടാക്കി കുമ്പിളിൽ വിത്തു നിറച്ച് പുതിയ വട്ടിയിലേക്ക് ഇടുന്നതിലൂടെ വിത്തിളക്കൽ തുടങ്ങുന്നു. പാടത്തിന്റെ വലത്തെ മൂലയിലാണ് ചടങ്ങുകൾ നടത്തുക. മണ്ണിളക്കി നിലവിളക്ക് കത്തിച്ച് ഭൂമിപൂജ നടത്തുകയാണ് ആദ്യഘട്ടം. പിന്നീട് വിത്തുകൾ എല്ലാവരും വലത്തെ അറ്റത്ത് കൂട്ടിയ മണ്ണിൽ വിതറുന്നു. കരുതിവെച്ച വിത്തിന്റെ ഗുണമേന്മ പരിശോധന കൂടിയാണ് ചാലിടൽ ചടങ്ങ്. അളന്നു തിട്ടപ്പെടുത്തിയ 100 വിത്തിൽ എത്ര എണ്ണം മുളച്ചു എന്ന് തിട്ടപ്പെടുത്തിയാൽ ഒരു പറയ്ക്ക് എത്ര അളവിൽ വിത്ത് വിതരണമെന്ന് കർഷകർ കണക്കാക്കും. പൂർവികരുടെ ആചാരത്തിന്റെ പൊരുൾ വരും തലമുറയ്ക്ക് ബോധ്യപ്പെടുത്തുക എന്ന ദൗത്യം കൂടിയാണിത്. ഇത് പരമ്പരാഗതമായി നമ്മൾ ചാലിടൽ ചടങ്ങ് ആണ് നടന്നത്. ഇപ്പോൾ അതിന് നമ്മൾ വലത്തെ മൂലയിൽ ഓരോ കണ്ടത്തിൻ്റെയും വലത്തെ മൂലയിൽ കൂന കൂട്ടി അതിൽ 21 കാഞ്ഞിരത്തിൻ്റെ ഇല കുമ്പിൾ കുത്തിവെച്ച് അതിൽ വിത്ത് വിതറിയിട്ട് നമുക്ക് വിത്തിൻ്റെ അങ്കുരണശേഷി കൂടി മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു ചടങ്ങ് കൂടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി വിതയ്ക്കാൻ പോകുന്ന വിത്തിൻ്റെ മുള ശേഷി അളക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണിത്. അതിന് അച്ഛൻ മുത്തച്ഛന്മാർ തുടങ്ങിയുള്ള ചടങ്ങ് എന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കൊറോണ സമയത്ത് മാത്രമാണ് മുടങ്ങിയത്. ബാക്കി എല്ലാ സമയത്തും ഇതുപോലെ നടന്നുകൊണ്ടിരുന്നുണ്ട്. ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമായി കിട്ടിയിരിക്കുകയാണ്. ഇപ്രാവശ്യം ഇടമഴയെല്ലാം കിട്ടി. ഇപ്പോൾ 3-4 മഴയായി നമ്മുടെ ഈ ഭാഗത്ത് പെയ്യുന്നത്. അതുകൊണ്ട് ഇപ്രാവശ്യം നല്ല കൃഷി ആയിരിക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട് കർഷകന് എന്നും പ്രതീക്ഷയാണ്. അത് ഇപ്രാവശ്യം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ചാലിടൽ ചടങ്ങിന് ശേഷം പടക്കം പൊട്ടിക്കൽ പതിവാണ്. ഇത് പക്ഷി മൃഗാദികൾക്ക് ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. കൃഷിയിടത്തേക്ക് പ്രവേശിക്കരുത് എന്ന മുന്നറിയിപ്പാണിത്. പരമ്പരാഗത ചാലിടൽ ചടങ്ങിന് ശേഷം കുടുംബക്കാരനവർ കുടുംബാംഗങ്ങൾക്കും ജോലിക്കാർക്കും കൈനീട്ടവും പ്രസാദവും നൽകും. അയിലൂർ കരിമ്പാറ ചെട്ടിക്കുളമ്പ് കളത്തിലും ചടങ്ങുകൾ നടന്നു. സേതുമാധവന്റെ കൃഷിയിടത്തിലാണ് ചാലിടൽ ചടങ്ങ് നടത്തിയത്. കർഷകരും തൊഴിലാളികളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. പരമ്പരാഗതമായ ചാലിടൽ ചടങ്ങ് ഇന്നും നടക്കുന്നത് കർഷകന് മണ്ണിനോടും പ്രകൃതിയോടുമുള്ള ബന്ധം നിലനിർത്തുക എന്ന ലക്ഷ്യം കൂടെ ഇതിൽ ഉൾക്കൊള്ളുന്നു. UTV ന്യൂസ്, പാലക്കാട്.